യൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന ഒരു ഹദീസിൻ്റെ ഒരു വാൽക്കഷ്ണം പിടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ സാധാരണ മുസ്ലിയാക്കന്മാർ ഈ ന്യായം ഉന്നയിക്കാറുള്ളത്. വ്യത്യസ്തങ്ങളായ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളായ സ്ത്രീകളെ അള്ളാഹുവിൻ്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന ഒരു ഹദീസിൽ 8-9 പരമ്പരകളിൽ അത് ഉദ്ധരിക്കപ്പെടുന്നു. അതിൽ ഒരു പരമ്പരയിൽ വന്ന ഒരു വാൽക്കഷ്ണമാണ് യൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്നുള്ളത്. വീടാണ് അവർക്ക് ഏറ്റവും ഖൈറായത് എന്ന് കാണാൻ കഴിയും. മറ്റു പരമ്പരകളൊന്നും ഈ കഷ്ണം ഇല്ലതാണ്. അതുകൊണ്ട് എന്താണ് ഇത് പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കാവുന്നത്? മൊത്തത്തിൽ ഒരു സ്ത്രീക്ക് എപ്പോഴും ഖൈർ വീടാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ എന്നുള്ളതല്ല. ഒരു സ്ത്രീ പുരുഷന്മാരെ പോലെ ഡ്രസ്സ് മാറി അങ്ങാടി കൂടെ പോണതും ഷോപ്പിങ്ങിന് പോകുന്നതും ഇറങ്ങി പുറപ്പെടുന്നതും ഒന്നും ഖൈറല്ല. ഒരു പെണ്ണ് ഏറ്റവും ഖൈർ അവളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി മാന്യമായി ജീവിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സൂത്ര ഹിസാബിലെ ആയത്തിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ വിശദീകരണം, ഐ ഇൽസംന ബുയൂതകുന്ന, വീട്ടിൽ തന്നെ കൂടുക, വലാ യഖ്റുജ്ന ലിഗൈരി ഹാജ, ആവശ്യമില്ലാതെ പോകരുത്, വമിനൽ ഹവായിജ് ശർഇയ്യ, ശർഇയ്യായ ആവശ്യമാണ് പള്ളി വെച്ച് നമസ്കാരം. അപ്പോൾ മൊത്തത്തിൽ പെണ്ണിന് ഖൈർ വീടാണ്. അത് ഏത് വിഷയത്തേക്കും ബാധകമാണ്. എന്നാൽ നിസ്കരിക്കാൻ പോകാൻ തടയാൻ പറ്റുമോ? അത് പറ്റുകയുമില്ല. വീട് ഖൈറാന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയി കൂടാ, പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറയാൻ അതൊരിക്കലും തെളിവാക്കാവതും അല്ല. ഇനി അതോടൊപ്പം സ്വഹാബി സ്ത്രീകൾ പ്രവാചകന്റെ കൂടെ ജുമുഅക്കും ജമാഅത്തിനും പങ്കെടുത്ത ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കുമ്പോൾ അവർ 3 നിബന്ധന വെച്ചുവെന്നാണ്. 1, എൻ്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. 2, എൻ്റെ മുഖത്ത് അടിക്കാൻ പാടില്ല. 3, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് തടയാൻ പാടില്ല. ഈ 3 നിബന്ധന പാലിച്ചിട്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആതിക ബിവിയെ കല്യാണം കഴിക്കുന്നത്. ആതിക റളിയല്ലാഹു അൻഹ ഉമർ ഖത്താബ് വഫാത്താകുന്നത് വരെ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുമായിരുന്നു, വിശിഷ്യ ഇശാഇനും സുബ്ഹി. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസ് നമുക്കത് കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെ ഖൈർ ഉള്ളത് ഒഴിവാക്കിയിട്ട് ഖൈറില്ലാത്തതിനെ പോയി എന്ന് പറയാൻ കഴിയുമോ? കൂടുതൽ കൂലിട്ടതിനെ ഒഴിവാക്കി കൂലി കുറഞ്ഞതിന് അവര് പോയി എന്ന് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഖൈർ എന്ന പ്രയോഗം വന്നാലൊക്കെ അതിന് ഓപ്പോസിറ്റ് ഒക്കെ ഷർറാണ് എന്നില്ല. അപ്പൊ ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ ഹദീസിൽ വന്ന പ്രയോഗമാണ്. പുരുഷന്മാരുടെ സ്വഫുകളിൽ ഏറ്റവും ഖൈറായത് 1ാമത്തെ സ്വഫാണ്. അതിനർത്ഥം 2ാമത്തെ സ്വഫിലാണ് സ്ഥലം കിട്ടിയില്ലെങ്കിൽ നിസ്കരിക്കാതെ പോകണമെന്നല്ലോ. ചെന്നപ്പോൾ 1ാമത്തെ സ്വഫ് ഫുള്ളാണ്, ഇനി പറ്റില്ല, ഖൈർ കഴിഞ്ഞില്ലേ, ഇനി തിരിച്ചു പോകാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട്ടിൽ ഈ വിഷയം ചർച്ച വന്നതിന് ഏത് ഖൈർ കുറഞ്ഞത് എന്ന ചർച്ചയല്ലല്ലോ. സ്ത്രീകൾക്ക് പള്ളിക്ക് പോക്ക് തന്നെ ഹറാമാണ് എന്ന വാദമാണ് കാന്തപുരം മുസ്ലിയാർ പച്ചയായി മലയാളത്തിൽ എഴുതി വിട്ടത്. സ്ത്രീ ജുമഅത്തുമായി ബന്ധപ്പെട്ട് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ എഴുതിയ പുസ്തകത്തിൽ അയാൾ ആദ്യ പേജിൽ തന്നെ എഴുതി, മുജാഹിദീങ്ങളെ വാദം ഇത് അനുവദനീയമാണ് എന്നും സുന്നികളെ വാദം ഹറാമാണ് എന്നുമാണ് എന്നാണ് എഴുതി. പരിഷ്കരിച്ച പുതിയ പതിപ്പിൽ അത് കാണൂല, പഴയ പതിപ്പിൽ അതുണ്ട്. അപ്പൊ ഹറാം വാദം കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചർച്ചയായത് തന്നെ. അത് ഹറാം എന്ന് പറഞ്ഞുകൂടാ, അവർക്ക് പോകാൻ അനുവാദമുണ്ട്, തടയാൻ പാടില്ല എന്ന ചർച്ചകൾ അവിടെയാണ് വന്നത്. അപ്പൊ സ്വഹാബി സ്ത്രീകൾ, അതേപോലെ പ്രവാചകന്റെ പത്നിമാർ, പുത്രിമാർ, ഇവരൊക്കെ ഒരു ഖൈറായത് ഒഴിവാക്കി ഖൈർ കുറഞ്ഞതിലേക്ക് പോയി എന്ന് നമുക്ക് വിചാരിക്കാവുന്നതല്ല. എന്നാൽ സ്ത്രീയുടെ വിഷയത്തിൽ മൊത്തത്തിൽ അവൾക്ക് ഖൈർ എപ്പോഴും വീട്ടിൽ പരമാവധി അടങ്ങി ഒതുങ്ങി പുരുഷന്മാരുമായി ഇടകതരാതെ അതിന് അവസരമുണ്ടാകാതെ ഒതുങ്ങി കൂടുതലാണ്. എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാതെ ഷർത്ത് പാലിച്ചുകൊണ്ടാണെങ്കിൽ അവർക്ക് അത് അനുവദിക്കപ്പെട്ടതാണ്. അതിനൊരിക്കലും ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല. ഇനി പ്രതികൂല സാഹചര്യമുണ്ടെങ്കിൽ, അഥവാ അവൾ പള്ളിയിൽ പോയാൽ ഒരു ഫിത്ന ഭയപ്പെടുന്നു, അവൾ പള്ളിയിൽ പോയാൽ അവളെ കൊണ്ട് ഫിത്ന ഉണ്ടാകും, അല്ലെങ്കിൽ അവൾക്ക് ഫിത്ന ഉണ്ടാകും, എങ്കിൽ അവൾ പോകാത്തതല്ല. അത് പെണ്ണിന് മാത്രമല്ല, ആണും അങ്ങനത്തെ. ഒരു ആണ് പള്ളിക്ക് എന്നാൽ ഫിത്ന ഉണ്ടാകുമെങ്കിൽ അയാളോട് പറയാം, ഈ പള്ളിക്ക് ചവിട്ടാൻ പാടില്ല എന്ന് പറയാം. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതേപോലെ ഭർത്താവിന് താല്പര്യമില്ല, അവളുടെ ഭർത്താവിന് അനുവാദമില്ല, ഭർത്താവിന് അനുവാദമില്ലെങ്കിൽ അവൾ പോകാവതല്ല. അനുവാദം കൊടുക്കാൻ ഭർത്താക്കന്മാർ അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി പഠിപ്പിച്ചു. എന്നാൽ ഒരു ഭർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിനെ മറികടന്ന് പോകാൻ അവൾക്കൊരിക്കലും അനുവാദമില്ല. അപ്പോൾ വീടാണ് ഖൈർ. ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ, അനുവാദമില്ലെങ്കിൽ, ഭർത്താവ് തടയുന്നുവെങ്കിൽ അവൾക്ക് വീടാണ് ഖൈർ. എന്നാൽ ഭർത്താക്കന്മാർ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ്,
അള്ളാന്റെ അടിമകളായ സ്ത്രീകളെ റബ്ബിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. മറ്റു ഹദീസിൽ നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങൾ സമ്മതം കൊടുക്കണം. നിങ്ങൾ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ നിസാവുക്കും, നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം തുടങ്ങിയ അധ്യാപനങ്ങൾ ഹദീസുകൾ ധാരാളം കാണാം. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം മുദ്രിച്ച ഹദീസുകളാണ് അവയെല്ലാം എന്നത് കൂടി നമ്മൾ കൂട്ടി വായിക്കുക.